അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിൽ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ 3ാമത്തെ പാഠം അൽ മഅഫൂവാത്ത്, മാപ്പ് നൽകപ്പെടുന്ന നജസ്സുകളെക്കുറിച്ച്, ഇളവ് നൽകപ്പെടുന്ന നജസ്സുകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെള്ളത്തിൽ ഇളവുള്ളത്, ഭക്ഷണത്തിൽ ഇളവുള്ളത്, നിസ്കാരത്തിൽ ഇളവുള്ളത്, നിരുപാധികം ഇളവുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഓരോന്നും ഉദാഹരണങ്ങൾ വെച്ച് ഇൻഷാ അല്ലാഹ് പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നമുക്ക് പാഠം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടൊപ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കെ തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും നിസ്കരിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? തൻ്റെ ചെരുപ്പ് എന്ത് ചെയ്തു? അഴിച്ചു മാറ്റി. ഇത് കണ്ട സ്വഹാബികളും അപ്രകാരം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പ് അഴിച്ചു മാറ്റുന്നത് കണ്ട വേക്കിലുള്ള സൊഫയിലുള്ള സ്വഹാബികൾ എന്ത് ചെയ്തു? അവിടുത്തെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി. നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ചെരുപ്പഴിച്ചത് എന്ന്. സ്വഹാബികളൊക്കെ ചെരുപ്പഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ചെരുപ്പഴിച്ച് മാറ്റിയത്? അപ്പോൾ അവർ പറയാണ്, അങ്ങ് അഴിച്ചു വെച്ചപ്പോൾ ഞങ്ങളും അഴിച്ചു വെച്ചതാണ്. അവർ പ്രതികരിച്ചു, നബിയെ തങ്ങൾ അഴിച്ചു വെച്ചില്ല ചെരുപ്പ്, അത് കണ്ടപ്പോൾ ഞങ്ങളെന്താണ് ചെരുപ്പ് അഴിച്ചു വെച്ചതാണ് എന്ന് അവർ പറഞ്ഞു. എൻ്റെ ചെരുപ്പുകളിൽ നജസുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചത് കൊണ്ടാണ് ഞാൻ അഴിച്ചു വെച്ചത്. അപ്പോൾ നബി തങ്ങൾ അവരോട് പറയാണ്, സ്വഹാബികളോട് പറയാണ്, എൻ്റെ ചെരുപ്പിൽ നജസുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്? ചെരുപ്പ് അഴിച്ചു വെച്ചത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ മസ്ജിദിൽ വന്നാൽ ചെരുപ്പിൽ നജസുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം നിസ്കരിക്കുക. നിങ്ങൾ മസ്ജിദിലേക്ക് വന്നാൽ, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? ചെരുപ്പിൽ നജസുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നോക്കണം. എന്നിട്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിസ്കരിക്കുക എന്ന് സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നജസ് ശരീരത്തിലോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിർബന്ധമാണ്. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൽ നിർബന്ധമാണല്ലോ. നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതല്ല. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതൊക്കെ. അപ്പം നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിർബന്ധമാണ്. ശുദ്ധിയില്ലാതെ നിസ്കാരം, തവാഫ്, സുജൂദ് തുടങ്ങിയ ഇബാദത്തുകൾ ശരിയാവില്ല. ശുദ്ധിയില്ലാതെ എന്താവില്ല? നിസ്കാരം ശരിയാവില്ല, തവാഫ് ശരിയാവില്ല, സുജൂദ് ഇവകളൊന്നും എന്ത് ചെയ്യില്ല? ശരിയാവുകയില്ല. എന്നാൽ ചില നജസുകളിൽ അഫുവുണ്ട്, മാപ്പുണ്ട്, ഇളവുകളുണ്ട്. നിരുപാധികം അഫുവുള്ള നജസുകളുണ്ട്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. വെള്ളത്തിൽ മാത്രം അഫുവുള്ളത്, വെള്ളത്തിൽ മാത്രം മാപ്പ് നൽകുന്നതുണ്ട്. ഭക്ഷണത്തിൽ മാത്രം അഫുവുള്ളത് എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുന്നത്. നിസ്കാരത്തിൽ മാത്രം അഫുവുള്ളത് എന്ന് പറഞ്ഞാൽ മാപ്പുള്ളത് എന്നിങ്ങനെ അവ 4 വിധമാണ്. അവ നജസുകളെ 4 വിധമാക്കിയിട്ടുണ്ട്. ഇളവുള്ള നജസുകൾ 4 വിധമാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് നിരുപാധികം അഫുവുള്ളത്, മറ്റൊന്ന് വെള്ളത്തിൽ മാത്രം അഫുവുള്ളത്, ഭക്ഷണത്തിൽ മാത്രം അഫുവുള്ളത്, നിസ്കാരത്തിൽ മാത്രം അഫുവുള്ളത് എന്ന് പറഞ്ഞാൽ ഒക്കെ ഇളവുള്ളത്. നജസായ കുറഞ്ഞ രോമം ഏതൊക്കെയാണ്? ഇനി അഫുവുള്ള നജസുകളെ വിശദീകരിക്കുക കേട്ടോ. നജസായ കുറഞ്ഞ രോമം, നജസിൻ്റെ പൊടി, അതുപോലെ തന്നെ പുക, നജസിൻ്റെ പുക, പിന്നെ നീരാവി, തൂവല്, ഈച്ചയുടെ കാലിലുള്ളത്, സാധാരണ നിലയിൽ കാണാൻ കഴിയാത്തത്, ഛർദ്ദിക്കുന്ന കൊച്ചുകുട്ടികളുടെയോ ചവച്ചരക്കുന്ന ജീവികളുടെയോ പക്ഷികളുടെയോ വായിലുള്ളത് തുടങ്ങിയവ നിരുപാധികം അഫുവുള്ള നജസുകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നജസുകളൊക്കെ നിരുപാധികം എന്താണ്? അഫുവാണ്. അത് എവിടെയാണെങ്കിലും എന്താണ്? അഫുവാണ്. ഭക്ഷണത്തിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ നിസ്കാരത്തിലാണെങ്കിലും എവിടെയാണ് ഇളവുള്ളതാണെന്ത് ഈ പറഞ്ഞത്? ഏത്? നജസായ കുറഞ്ഞ രോമം, കുറച്ചുണ്ടാവാൻ പാടുള്ളൂ, അത് അഫുവുണ്ട്. നജസിൻ്റെ പൊടി, പുക, നീരാവി ഇതൊക്കെ കുറഞ്ഞതിനെ തൊട്ട് എന്തുണ്ട്? മാപ്പുണ്ട്. അതുപോലെ തന്നെ തൂവല്, ഈച്ചയുടെ കാലിലുള്ളത് അതൊക്കെ കുറഞ്ഞതേക്കാരം, അതിൽ തൊട്ടൊക്കെ എന്തുണ്ട്? മാപ്പുണ്ട്. അതുപോലെ തന്നെ സാധാരണ നിലയിൽ സാധാരണ നിലയ്ക്ക് കാണാൻ കഴിയാത്ത അത്രയ്ക്കും സൂക്ഷ്മമായ നജസുകൾ അതിനെ തൊട്ടുന്നുണ്ട് ഇളവുണ്ട്. അതുപോലെ തന്നെ ഛർദ്ദിക്കുന്ന കൊച്ചുകുട്ടികളുടെയോ ചവച്ചരക്കുന്ന ജീവികളുടെയോ പക്ഷികളുടെയോ വായിലുള്ളത്, ഛർദ്ദിച്ചത് എന്നല്ല പറഞ്ഞത്, ഛർദ്ദിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ വായിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്? നിരുപാധികം അഫുവുള്ളതാണ്.
ഇനി ഇവയിൽ അഫു ലഭിക്കാൻ 4 നിബന്ധനകളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇളവുണ്ട്, നിരുപാധിക ഇളവുണ്ട് എന്ന് പറഞ്ഞത്, അതിൽ അഫു ലഭിക്കാൻ എന്തുണ്ട്? 4 നിബന്ധനകളുണ്ട്. എന്താ പറഞ്ഞത്? ഒന്ന്, സ്വന്തം പ്രവൃത്തി കൊണ്ടാവാതിരിക്കുക. സ്വന്തം പ്രവൃത്തി കൊണ്ടാവാതിരിക്കണം. കുറഞ്ഞ പൊടി, അത് അവൻ കുറഞ്ഞ പൊടി ഇട്ടതാണ്, അല്ലെങ്കിൽ പിന്നെ നജസായ രോമം അവൻ കുറഞ്ഞത് ശരീരത്തിൽ ഇട്ടതാണ്, അങ്ങനെയാണെങ്കിൽ പറ്റൂല. അവൻ്റെ പ്രവർത്തനം മൂലം അല്ലാതെ അവൻ്റെ ശരീരത്തിലേക്ക് വന്നതാണെങ്കിൽ എന്തുണ്ട്? മാപ്പുണ്ട്. അതാണ് പറഞ്ഞത്, അവൻ്റെ പ്രവർത്തനം മൂലം ആകാതിരിക്കുക. മുഗല്ലദല്ലാതിരിക്കുക. മുഗല്ലദായ നജസാവാൻ പാടില്ല. നായ, പന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽപ്പെട്ടതാകാൻ പറ്റൂല. അതുപോലെ തന്നെ വെള്ളത്തിലാണെങ്കിൽ ഗുണങ്ങൾക്ക് വ്യത്യാസമില്ലാതിരിക്കുക. വെള്ളത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിരുപാധികം അഫു ഉള്ളതാണല്ലോ, അപ്പോൾ കുറഞ്ഞ പൊടിയോ കുറഞ്ഞ പുകയോ അതല്ലെങ്കിൽ കുറഞ്ഞ പിന്നെ രോമം, ഇതൊക്കെ വെള്ളത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അഫു ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ കുറഞ്ഞത് സംഭവിച്ചാലും വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ നിറം, രുചി, വാസന, നിറം എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ടാൽ അതെന്താകും? നജസാകും. അതാ പറഞ്ഞത്, വെള്ളത്തിന് അത് സംഭവിക്കൽ കൊണ്ട് വെള്ളത്തിന് എന്തുണ്ടാവാൻ പാടില്ല? ഗുണവ്യത്യാസമില്ലാതിരിക്കുക. അടുത്തത്, വെള്ളമല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഈർപ്പമില്ലാതിരിക്കുക എന്നിവയാണവ. വെള്ളമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഈർപ്പമുള്ള സ്ഥലമല്ലാതിരിക്കുക. ഇതാണ് പിന്നെ ഏതിൽ? നിരുപാധികം അഫുവുള്ള മാപ്പ് നൽകുന്ന ഇളവുള്ള നജസുകളുടെ 4 നിബന്ധനകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണത്? സ്വന്തം പ്രവൃത്തി കൊണ്ടാവാതിരിക്കുക, മുഗല്ലദല്ലാതിരിക്കുക, വെള്ളത്തിലാണെങ്കിൽ ഗുണങ്ങൾക്ക് വ്യത്യാസമില്ലാതിരിക്കുക, വെള്ളമല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഈർപ്പമില്ലാതിരിക്കുക. 4 നിബന്ധനകളാണത്. ഇനി വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേന് തുടങ്ങിയവയുടെ ശവം മുതലായവ വെള്ളത്തിൽ മാത്രം അഫുവുള്ളതാണ്. വെള്ളത്തിൽ മാത്രം ഇളവുള്ളത്. നേരത്തെ നമ്മൾ 4 വിധാക്കി പറഞ്ഞല്ലോ, അതിൽ ഇനി ഓരോന്നിങ്ങനെ പറയാണ്. നിരുപാധികളുള്ളത് പറഞ്ഞു, ഇനി വെള്ളത്തിൽ അഫുവുള്ളത്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം, അതിനെ തൊട്ട് സൂക്ഷിക്കൽ വളരെ പ്രയാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെന്തുണ്ട്? ഇളവുണ്ട്. അതുപോലെ തന്നെ ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, അതുപോലെയുള്ള മറ്റു പ്രാണികളൊക്കെ ഒലിക്കുന്ന രക്തം ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ പേന് തുടങ്ങിയവയുടെ ശവം. ഈ ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ളി, പേന്, അതുപോലെ മറ്റു ജീവികൾ, ചെറിയ ഒലിക്കുന്ന രക്തം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ ജീവികളുടെ ശവം, അതിനെ തൊട്ടും എവിടെ മാപ്പുണ്ട്? വെള്ളത്തിൽ ഇളവുണ്ട്, മാപ്പുണ്ട്, ഇളവ് ഉള്ളവയാണ്. ഇനി മാംസത്തിൽ ശേഷിക്കുന്ന രക്തം, ധാന്യങ്ങളിലായ മെതിക്കാളയുടെ മൂത്രം, പഴത്തിലെ പുഴു, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, നജസായ വെണ്ണീരിൽ നിന്ന് പാറിയ പൊടി, ആട്, പശു തുടങ്ങിയ ജീവികളുടെ അകിടിലെ നജസ് തുടങ്ങിയവ ഭക്ഷണത്തിൽ മാത്രം അഫുവുള്ളതാണ്. ഭക്ഷണത്തിൽ മാത്രം അഫുവുള്ളത്, ഭക്ഷണത്തിൽ ഇളവുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാണ് മാംസത്തിൽ ശേഷിക്കുന്ന രക്തം. മാംസത്തിൽ, ഇറച്ചിയിൽ ശേഷിക്കുന്ന രക്തം എത്ര കഴുകിയാലും ഒരു ചെറിയൊരു കലർപ്പയിലുണ്ടാവും. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, ശേഷിക്കുന്ന എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു പ്രാവശ്യം കഴുകിക്കാണ്ട് എന്ത് ചെയ്യുക, നേരെ പോയി കൂട്ടാൻ കറി വെക്കുക എന്നുള്ളതല്ല, ബീഫ് ഫ്രൈ ആക്കുക എന്നുള്ളതല്ല. മാംസത്തിൽ ശേഷിക്കുന്ന, ലാസ്റ്റ് ശേഷിക്കുന്ന രക്തം, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ധാന്യങ്ങളിലായ മെതിക്കാളയുടെ മൂത്രം. എന്താ മെതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ധാന്യങ്ങളിലായ മെതിക്കാളയുടെ മൂത്രം, അതായത് ധാന്യങ്ങളോ വിത്തുകളൊക്കെ പിന്നെ കതിരുകളിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി മുൻപ് കാലങ്ങളിലൊക്കെ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, മുൻപ് കാലങ്ങളിലൊക്കെ പിന്നെ കാളകളെയും മറ്റു മൃഗങ്ങളെയൊക്കെ അവയുടെ കാലുകൾ കൊണ്ട് ചവിട്ടിക്കൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അതിന് മിഷനറികളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ആ കാളകളുടെ മൂത്രമായ ആ ഭക്ഷണ ധാന്യങ്ങൾ. അതുപോലെ തന്നെ പഴത്തിലെ പുഴു, പഴത്തിൽ നിന്നുണ്ടാകുന്ന ഉത്ഭവിച്ച് വരുന്ന പുഴുക്കളുണ്ട്, അത് ഭക്ഷണത്തിൽ ഇളവുണ്ട്, കഴിക്കാന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, ചെറിയ കുഞ്ഞു മത്സ്യങ്ങളുണ്ടാവും, അത് പിന്നെ അതിൻ്റെ വയറ് കീറിയിട്ട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. ചില നാടുകളിലൊക്കെ അങ്ങനത്തെ മത്സ്യങ്ങളെ വെണ്ണീറിലൊക്കെ ഇട്ട് ഉരുക്കിയിട്ട് എന്ത് ചെയ്യും, പിന്നെ പൊരിച്ചടിക്കും. അപ്പോൾ അങ്ങനത്തെ മത്സ്യങ്ങളുടെ വയറ്റിലുള്ള ആ മാലിന്യം, അതുപോലെ തന്നെ നജസായ വെണ്ണീരിൽ നിന്ന് പാറിയ പൊടി, ആട്, പശു തുടങ്ങിയ ജീവികളുടെ അകിടിലെ നജസ്, അകിടിൽ നിന്ന് പാല് കറക്കുന്ന സമയത്ത് കഴുകിയിട്ടൊക്കെ ഉണ്ടാവും, എങ്കിലും അവിടെ നജസ് ശേഷിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള നജസ് തുടങ്ങിയോ ഭക്ഷണത്തിൽ മാത്രം അഫുള്ളതാണ്, ഇളവുള്ളതാണ്. ഇനി ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, നേരത്തെ നമ്മൾ പറഞ്ഞു ചെള്ള്, പേൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം
മുറിവുകളിലെ രക്തം അന്യ വ്യക്തിയുടെ കുറഞ്ഞ രക്തം, അന്യ വ്യക്തി പറഞ്ഞാൽ മറ്റൊരാളുടെ കുറഞ്ഞ രക്തം, ഊൻ പൊട്ടി വരുന്നതോ മുഖക്കുരുവിൻ്റെയോ കുറഞ്ഞ രക്തം. ഊന് പൊട്ടി നമ്മളെ വായിൽ ഊന് പൊട്ടിയിട്ട് പല്ലിൻ്റെ അടുത്തുള്ള ആ ഊനുണ്ടല്ലോ, ആ ഊന് പൊട്ടി വരുന്ന രക്തം, അല്ലെങ്കിൽ മുഖക്കുരുവിൽ നിന്നുള്ള കുറഞ്ഞ രക്തം, അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം. നജസുണ്ടെന്ന് ഉറപ്പുള്ള വഴിയിലെ കുറഞ്ഞ നജസുണ്ട്. നമുക്ക് നിസ്കരിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്തിട്ട് നജസുണ്ടെന്ന് ഉറപ്പാണ് ആ വഴിയിൽ. അങ്ങനത്തെ വഴിയിൽ നിന്ന് അങ്ങനത്തെ ഒരു വഴി നമുക്ക് ഉപയോഗിക്കാനുള്ളൂ. ആ വഴിയിൽ നിന്നായ കുറഞ്ഞ നജസ്. അതുപോലെ തന്നെ കല്ലുകൊണ്ട് ശൗചം ചെയ്ത ശേഷം ഗുഹ്യഭാഗങ്ങളിൽ അവശേഷിക്കുന്ന കുറഞ്ഞ നജസ്. അതായത് കല്ലുകൊണ്ട് ശൗചം ചെയ്യുമ്പോൾ കല്ല് വലിച്ചെടുക്കുന്ന കല്ലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കല്ലുകൊണ്ട് ശൗചം ചെയ്ത ശേഷം ഗുഹ്യഭാഗങ്ങളിൽ അവശേഷിക്കുന്ന കുറഞ്ഞ നജസ്. അതുപോലെ തന്നെ പൈൽസിൻ്റെ ഈർപ്പം തുടങ്ങിയവ നിസ്കാരത്തിൽ മാത്രം അഫുള്ളതാണ്, നിസ്കാരത്തിൽ മാത്രം ഇളവുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതൊക്കെ? ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തമാണ് പറഞ്ഞത്, ശവമല്ല. പിന്നെ മുറികളിലെ രക്തം, നമ്മുടെ ശരീരത്തിൽ മുറിവായിട്ട് അതിൽ നിന്ന് രക്തം വരുന്നുണ്ട്, അത് കുറഞ്ഞതിന് തൊട്ടുന്നുണ്ട്, മാപ്പുണ്ട്. അതുപോലെ തന്നെ അന്യ വ്യക്തിയുടെ കുറഞ്ഞ രക്തം, മറ്റു മനുഷ്യരുടെ രക്തം നമ്മുടെ ശരീരത്തിലായി എന്നാൽ അതിനെ തൊട്ട് കുറഞ്ഞതിന് തൊട്ടുന്നുണ്ട്, മാപ്പുണ്ട്. പിന്നെ ഊൻ പൊട്ടിയതോ മുഖക്കുരുവിൻ്റെയോ കുറഞ്ഞ രക്തം, കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം, നജസുണ്ടെന്ന് ഉറപ്പുള്ള വഴിയിലെ കുറഞ്ഞ നജസ്, പിന്നെ കല്ല് കൊണ്ട് ശൗചം ചെയ്തതിന് അങ്ങനെ പോന്നിട്ട് പിന്നെ അവശേഷിക്കുന്ന കുറഞ്ഞ രക്തം, പൈൽസിൻ്റെ ഈർപ്പം, പൈൽസ് എന്ന് പറഞ്ഞാൽ മൂലക്കുരു എന്നൊക്കെ പറയില്ല, ആ അതിൻ്റെ ഈർപ്പം, അതിന് തൊട്ടൊക്കെ എന്തുണ്ട്? നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. ഇനി പറയാൻ പോകുന്നത് ദുആ ആണ്. ദുആ അർത്ഥമറിഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പാഠത്തിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ദുആ പഠിക്കുവാണോ അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം, പഠിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. വളരെ അർത്ഥവത്തായ ദുആയാണ് ഈ ദുആ. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബന, ഞങ്ങളുടെ നാഥാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ, ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളെ ഞങ്ങളെ നീ എന്ത് ചെയ്യരുത്, വഹിപ്പിക്കരുത്. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. അന്ത മൗലാനാ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, അതുകൊണ്ട് സത്യനിഷേധികളായ ജനത്തിനെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഖുറാസത്ത് തദ്രീബിലെ ഒന്നാമത്തത് നെസിൽ ചേരുംപടി ചേർക്കാനാണ്. ഒന്ന്, നിരുപാധികം മഅഫൂള്ള നജസ്. ആൻസർ ഡി ആണ്, ഈച്ചയുടെ കാലിലുള്ളത്. 2, വെള്ളത്തിൽ മാത്രം മഅഫൂള്ള നജസ്. ആൻസർ സി ആണ്, മത്സ്യത്തിൻ്റെ കാഷ്ടം. 3, ഭക്ഷണത്തിൽ മാത്രം മഅഫൂള്ള നജസ്. ആൻസർ എ, പഴത്തിലെ പുഴു. 4, നിസ്കാരത്തിൽ മാത്രം മഅഫൂള്ള നജസ്. ആൻസർ ബി, മൂക്കിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം. ഇനി രണ്ടാമത്തെ നംറ ഉൽ ഖാനാത്ത്. ഇവിടെ ഒരുപാട് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പൂർത്തിയാക്കണം. ഒന്നാമത്തെ എന്താണ്? നിരുപാധികം അഫുള്ള നജസ്സുകൾ. നിരുപാധികം അഫുള്ള നജസ്സുകൾ ഏതൊക്കെയാണ്? അത് ഈ കോളങ്ങളിലേക്ക് എഴുതി കൊടുക്കണം. ഏതൊക്കെയാണ് അത്? ഒന്ന്, നജസായ കുറഞ്ഞ രോമം, നജസിൻ്റെ പൊടി, പുക, നജസിൻ്റെ നീരാവി, തൂവല്, ഈച്ചയുടെ കാലിലുള്ളത്, സാധാരണ നിലയിൽ കാണാൻ കഴിയാത്തത്, ഛർദ്ദിക്കുന്ന കുട്ടിയുടെ വായിലുള്ളത്, ചവക്കുന്ന ജീവികളുടെ വായിലുള്ളത്, പക്ഷിയുടെ വായയിലുള്ളത്. ഇങ്ങനെ എന്ത് ചെയ്യുക? കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. അടുത്ത കോളത്തിൽ കൊടുത്തത് എന്താ? വെള്ളത്തിൽ മാത്രം അഫുള്ള നജസ്സുകൾ. അത് ഇവിടേക്ക് എഴുതണം. ഏതൊക്കെയാണത്? 1, മത്സ്യം പോലെയുള്ള ജീവിയുടെ കാഷ്ടം. 2, ചെള്ള്, പേന് തുടങ്ങിയവയുടെ ശവം. ഇനി മൂന്നാമത്തത് കളി എന്താ? ഭക്ഷണത്തിൽ മാത്രം അഫുള്ള നജസ്സുകൾ. ഭക്ഷണത്തിൽ ഇളവുള്ളത് ഏതൊക്കെയാണ്? ആൻസർ പഴത്തിലെ പുഴു, മാംസത്തിൽ ശേഷിക്കുന്ന രക്തം, നജസായ വെണ്ണീറിൽ നിന്ന് പാറിയ പൊടി, ധാന്യങ്ങളിലായ മെതിക്കാളയുടെ മൂത്രം, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, ആട്, പശു തുടങ്ങിയ ജീവികളുടെ അകിടിലുള്ള നജസ്.
ഇനി അടുത്തത് നിസ്കാരത്തിൽ മാത്രം അഫുള്ള നജസ്, നിസ്കാരത്തിൽ മാത്രം ഇളവുള്ളത്. അത് ഏതൊക്കെയാണ്? പൈൽസിൻ്റെ ഈർപ്പം, മുറിവുകളിലെ രക്തം, ഊൻ പൊട്ടി വരുന്ന രക്തം, അന്യ വ്യക്തിയുടെ കുറഞ്ഞ രക്തം, മൂക്കിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം, വലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, നജസുണ്ടെന്ന് ഉറപ്പുള്ള വഴിയിലെ കുറഞ്ഞ നജസ്, കല്ലുകൊണ്ട് ശൗചം ചെയ്ത് അവശേഷിക്കുന്ന കുറഞ്ഞ നജസ്. ഇനി തഖ്സീസാണ്. ഒന്ന്, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പ് അഴിച്ചു മാറ്റിയ സംഭവം വിവരിക്കുക. അത് നമ്മളെ പാഠത്തിൽ ഫസ്റ്റത്തെ പാരഗ്രാഫ് ആ കൊടുത്ത സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊപ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കെ തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി. ഇത് കണ്ട സ്വഹാബികളും അപ്രകാരം ചെയ്തു. നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം വരെ എന്ത് ചെയ്യാം? എഴുതാം. ഇനി 2, ചില നജസുകൾക്ക് അഫു കൊടുക്കാനുള്ള കാരണം ഉദാഹരണ സഹിതം എഴുതുക. അപ്പോൾ ഒന്നാമത്തെ, ഈച്ചയുടെ കാലിലെ നജസ്സിന് എല്ലായിടത്തും അഫു നൽകാനുള്ള കാരണം. അതാ പറയുന്നത്, സാധാരണ എല്ലായിടത്തും കാണുന്ന ജീവിയാണ് ഈച്ച. ഭക്ഷണത്തിലും നിസ്കരിക്കുന്ന സമയത്ത് ശരീരത്തിലും വസ്ത്രത്തിലും എല്ലാം വന്നിരിക്കുന്നു. അതിനെ തടയൽ പ്രയാസമാണ്, അതുകൊണ്ടാണ് അഫു നൽകിയത്. രണ്ടാമത്തെ, മാംസത്തിൽ ശേഷിക്കുന്ന രക്തം എത്ര കഴുകി ശുദ്ധിയാക്കിയാലും അതിൻ്റെ വെള്ളത്തിൽ രക്തത്തിൻ്റെ കലർപ്പ് നമുക്ക് കാണാൻ കഴിയും. അത് ശുദ്ധിയാക്കിയെടുക്കൽ പ്രയാസകരമാണ്, അതുകൊണ്ടാണ് അതിൽ അഫു നൽകിയത്. ഇനി മത്സ്യത്തിൻ്റെ കാഷ്ടം വെള്ളത്തിൽ അഫു നൽകാൻ കാരണം, മത്സ്യത്തിൻ്റെ കാഷ്ടത്തെ തൊട്ട് വെള്ളത്തെ ശുദ്ധിയാക്കി എടുക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ എന്ത് ചെയ്തത്? മത്സ്യത്തിൻ്റെ കാഷ്ടത്തെ തൊട്ട് മാപ്പ് നൽകിയത്. അല്ലെങ്കിൽ